ഹായ് ഓൾ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമുക്കൊരു വിഷുവായിട്ട് ഒരു എരിശ്ശേരിയുടെ റെസിപ്പി നോക്കാം. അതിനായിട്ട് കുറച്ച് തേങ്ങ വേണം, പിന്നെ ഒരു കപ്പോളം മത്തങ്ങ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞത്, പിന്നെ ഉണക്കപ്പയർ വേണം ഒരു അരക്കപ്പ്. അത് വീഡിയോയിൽ കാണിച്ചിട്ടില്ല, ഞാൻ വിട്ടുപോയതാണ്. പിന്നെ കുറച്ച് മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ ചെറിയുള്ളി ചെറിയ പീസാക്കി അരിഞ്ഞത്. എൻ്റെ കയ്യിൽ അതില്ലാത്തതുകൊണ്ട് സവാളയാണ് എടുത്തേക്കുന്നത്. അപ്പം അതും, പിന്നെ താളിക്കാനായിട്ട് വേപ്പില, കടുക്. അപ്പം റെസിപ്പിയിലേക്ക് പോകാം. ഞാനിവിടെ ഉണക്കപ്പയർ വേവിച്ച് വെച്ചിട്ടുണ്ട്. അപ്പം അതിൻ്റെ അകത്തേക്ക് നമ്മുടെ മത്തങ്ങ ചേർക്കുക. മത്തങ്ങ ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് ഒന്നുകൂടെ വേവിക്കണം. ഒരു 2-3 വിസിലൊക്കെ മതിയാവും. മത്തങ്ങയ്ക്ക് അധികം വേവില്ലാത്തത് കൊണ്ട് വേഗം വേവും. അപ്പം കുക്കറിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്, വേഗത്തിലാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം കുക്കറിൽ വിസിലടിക്കുക, ഒരു 2-3 വിസിൽ മതിയാവും. അങ്ങനെ അത് വെന്ത ശേഷം നമുക്കത് വിസിലടിയട്ടെ. ആ സമയം കൊണ്ട് നമ്മുടെ അരപ്പ് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് കുറച്ച് തേങ്ങ, നമ്മളെടുത്ത് വെച്ചേക്കുന്ന തേങ്ങയും അതിനകത്തേക്ക് ഒരു 3 അല്ലി വെളുത്തുള്ളി, ഒരു കുഞ്ഞു കഷ്ണം ഇഞ്ചി, ഒരു ചെറിയ പച്ചമുളക്, ഒരു 1/4 ടീസ്പൂണും നമ്മുടെ നല്ല ജീരകം ചേർത്ത് ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ച് നന്നായി അരച്ചെടുക്കുക. അതിന് ശേഷം നമ്മുടെ വെന്ത കൂട്ടിലേക്ക് നമ്മുടെ മത്തങ്ങയും പയറും ചേർത്ത് വേവിച്ചതിലേക്ക് നമ്മുടെ അരപ്പ് ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് എടുക്കണം. അത് നന്നായി ഇളക്കി യോജിപ്പിച്ച ശേഷം ഒന്ന് തിളപ്പിച്ചിട്ട് നമ്മളത് മാറ്റി വെക്കുകയാണ് ചെയ്യണത് കേട്ടോ. അപ്പം അത് മാറ്റി വെച്ചിട്ട് ഒരു ചെറിയൊരു പാൻ വെച്ച് നമുക്ക് താളിക്കാനുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് അതിനകത്തേക്ക് അല്പം കടുകും, പിന്നെ നല്ല ജീരകം ഒരു 1/2 ടീസ്പൂൺ ചേർക്കാം. അത് പൊട്ടി വരുമ്പോഴേക്കും നമ്മുടെ ചുവന്നുള്ളി ചേർക്കണം. ചുവന്നുള്ളി ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞ് വെച്ചതാണ്. എൻ്റെ ചുവന്നുള്ളി ഇല്ല, അതുകൊണ്ട് സവാള അരിഞ്ഞതാണ് ചേർക്കുന്നത് കേട്ടോ. ചുവന്നുള്ളി ആണെങ്കിൽ നല്ല ഫ്ലേവർ ഉണ്ടാകും. അപ്പം അത് ചേർത്ത് നന്നായി വഴന്നു വരണം. അപ്പം അത് വഴന്നു വരുമ്പോഴേക്കും നമ്മുടെ തേങ്ങ ഒരു 3-4 ടീസ്പൂൺ ഞാൻ എടുത്തിട്ടുണ്ട്. നല്ലൊരു മണം കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കറിക്ക്. അപ്പം അത് നന്നായി മൂത്ത് വരട്ടെ. മൂക്കുന്ന വരെ അത് നല്ലോണം വഴറ്റി കൊടുത്ത ശേഷം അതൊന്ന് ബ്രൗൺ കളറായി വരും. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പം അങ്ങനെ അത് വഴന്ന് വരുമ്പോഴേക്കും അതിനകത്തേക്ക് എന്ത് ചേർക്കണം? നമ്മുടെ വേപ്പിലയും നമ്മുടെ ഉണക്കമുളക്, ഉണക്കമുളകെന്നൊക്കെ പറയും, പല സ്ഥലത്തും പല നെയ്മാണ്. അപ്പം അത് ചേർത്ത് ഒന്ന് പൊട്ടി വരുമ്പം അത് നമുക്ക് നേരെ നമ്മുടെ കൂട്ടിലേക്ക് ചേർത്ത് താളിക്കാവുന്നതാണ്. അതായത് വേവിച്ച് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഉണക്കപ്പയറും മത്തങ്ങയും ചേർത്തിട്ട് വേവിച്ചത് അതിലേക്ക് ചേർത്ത് താളിച്ച് നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ അതെല്ലാവരും ട്രൈ ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.